അങ്ങനെ ഒരു മരമാണ് നമ്മൾ. അത് എന്ത് പറ്റിയാലും അച്ഛൻ, അമ്മ, അബി കൂടെ ഉണ്ട്. പ്രശ്നങ്ങളും നമ്മൾ അനുഭവിച്ച കാര്യങ്ങളും നമ്മളുടെ ലൈഫിൽ കണ്ട കാര്യങ്ങളും ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനിനി പറയാനും പോകുന്നില്ല. പക്ഷേ ഇത് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നമ്മളുടെ ഫാമിലിക്ക് മാത്രമാണ്. ഇതൊക്കെ മരിക്കണ സമയത്ത് വരെ വളരെ വേദനിച്ചിട്ടുണ്ട്. അതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. അതായത് പാപ്പുവിന് വേണ്ടി വളർന്നു വരുന്ന കുട്ടിയാണ്. അപ്പോൾ അവള് നോക്കുമ്പോൾ അവളുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ ഇടത്തുനിന്നും വലത്തുനിന്നും ഒക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടും മടിയും ബഹളവും എന്തിനാ. അപ്പം അതുകൊണ്ട് മാത്രം നമ്മൾ സൈലന്റ് ആയിട്ട് എന്താ അച്ഛൻ നടന്നോട്ടെ. കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുള്ള ദിവസങ്ങൾ അച്ഛയും അമ്മയും എല്ലാവരും. അയ്യോ നമസ്കാരം. കൈരളി ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു ദിവസമാണ്. ഈ സന്തോഷമുള്ള ദിവസത്തിൽ എൻ്റെ കൂടെ ഇന്ന് അതിഥികളായി ചേരുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട 2 സഹോദരിമാരാണ്. സംഗീതത്തെ തപസ്യയാക്കിയ അമൃത സുരേഷും മൾട്ടി ടാലന്റഡായ അഭിരാമി സുരേഷുമാണ്. വെൽക്കം. താങ്ക് യു. രണ്ടുപേരും ഭയങ്കര സുന്ദരിമാരായിട്ട് ഒരുങ്ങി സ്പെഷ്യൽ ആയോണ്ട് അതെനിക്ക് സഹിച്ചു. എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം എനിക്ക് ശരിക്കും പറഞ്ഞ അമൃതയോട് പ്രത്യേക താങ്ക്സ് പറയാനുണ്ട്. അവൾ അത്രയും ബിസി ഷെഡ്യൂളിലായിരുന്നു. വിളിക്കുമ്പോഴും എനിക്ക് ഇന്ന് ഉറങ്ങാതാണ് കേട്ടോ, അതൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്നലെ തൊട്ട് ഉറങ്ങാതിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ചു നേരം മിണ്ടിയില്ലെങ്കിൽ ഒന്ന് ചിലപ്പോ ഉറങ്ങുമായിരിക്കും. രണ്ടുപേരും കൂടെ ഒരുമിച്ച് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരിക അമൃതം ഗമയാൻ തന്നെയാണ്. പക്ഷെ റീസെന്റ് ആയിട്ട് അമൃതം ഗമയിലെ പുതിയ പാട്ടുകളോ ഒന്നും കാണുന്നില്ല. എന്തുകൊണ്ട്? ഇപ്പൊ ആക്ച്വലി റീസെന്റ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ 2-3 പാട്ടുകൾ ചെയ്തത് ഇറങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ കഴിഞ്ഞൊരു 1.5 അതെന്റെയാണ് പ്രോബ്ലം എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്, ഉട്ടോപ്പിയയിലാണ് ഇപ്പൊ നമ്മൾ എവിടെയാണെന്ന് ആദ്യം പറയും. അതിലേക്കാണ് വന്നത്. ഞങ്ങളിപ്പോ ഇരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ തന്നെ എന്റെ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു ഉട്ടോപ്പിയ അറിയാം, ഭയങ്കര ആംബിയൻസ് ഉള്ളൊരു സ്ഥലമല്ലേ എന്നുള്ളതാണ്. നമ്മുടെ കഫേ ഉട്ടോപ്പിയയിലാണ് നമ്മളിപ്പോ ഉള്ളത്. അബിയുടെ അതെ ഞാൻ ഇതിന്റെ കാര്യം ചോദിക്കാൻ വിളിക്കുമ്പോൾ അമൃത എന്നോട് പറയുന്നു, ചേച്ചി ആ ഉട്ടോപ്പിയ എന്റേതല്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല, ഫുൾ അബിയോട് ചോദിച്ചോളാൻ. എത്ര ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അതും നമ്മുടെ കൊച്ചിയിലാണ്, പനങ്ങാട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. റീസെന്റ് ആയിട്ട് നമ്മുടെ മഞ്ജു ചേച്ചിയൊക്കെ വന്ന് ഫുഡ് കഴിച്ച സ്ഥലമാണ്. അപ്പൊ അവിടെയാണ് കഫേ ഉട്ടോപ്പിയയിലാണ് ഞങ്ങളുള്ളത്. അത് തന്നെയാണ് ആ മറ്റേ ചോദ്യത്തിനുള്ള കാരണവും ഉത്തരവും. ഞാനിപ്പോ ഇവിടെ തന്നെ ഇപ്പൊ എന്നെ ഇവരൊക്കെ കാണാൻ വരുന്നത് ഇങ്ങോട്ട് തന്നെ വരണം. ഇവിടുന്ന് ഇറങ്ങലും മാക്സിമം ആണ് നടക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവിടുത്തെ കുറച്ച് പോസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് ചെയ്യുന്ന കാര്യങ്ങളില്. അപ്പൊ അമൃതംഗമേ ഉണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു കുറച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ബാക്ക് ടു നമ്മള് വീണ്ടും ഇപ്പൊ ഇതൊന്ന് സെറ്റൊക്കെ ആയല്ലോ. അപ്പൊ ഇനി ഒരു റണ്ണിങ് സ്റ്റേജിലായതുകൊണ്ട് പുള്ളിക്കാരത്തി വീണ്ടും ആക്റ്റീവ്ലി ഈ അമൃതംഗമയാണ്. അതുപോലെ നമ്മുടെ ബാക്കി കാര്യങ്ങളും കുറെ ഒക്കെ ഒരുമിച്ച് ചെയ്യാനുള്ള പ്ലാൻ ഒക്കെ ഉണ്ട്. വ്ലോഗിങ്ങും അതെ എനിക്കൊന്ന് വ്ലോഗിലും അത് ഇപ്പൊ എല്ലാരും സെപ്പറേറ്റ് ആണ് കാണുന്നത് അല്ലേ? വ്ലോഗിങ്ങിലും ഓൺട്രപ്രണർ അല്ല. ശരിക്കും പറഞ്ഞാല് ഈ അപ്പൊ ആദ്യം കഫേ ഉട്ടോപ്പിയെ കുറിച്ച് തന്നെ ചോദിക്കാം. എന്തുകൊണ്ടാണ്? കാരണം അബി എന്ന് പറയുമ്പം ആക്ട്രസ് ആണ്, പിന്നെ ഞങ്ങളെയൊക്കെ പോലെ വർഷങ്ങളോളമായിട്ട് VJ ആയിരുന്നു, പാട്ട് പാടും. എന്നിട്ടും എന്താണ് കഫേ ഉട്ടോപ്പിയ? ശരിക്കും പറഞ്ഞാല് ഞങ്ങളുടെ വീട്ടിലെ ലവ് ലാംഗ്വേജ് ആണ് ഭക്ഷണം. അതായത് ഒരു വഴക്കിട്ട് അമ്മ ഭക്ഷണം തന്ന് പ്രീതിപ്പെടുത്തും. ഫുള്ള് പ്രീതിപ്പെടുത്തൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡിലൂടെയാണ്. ഞാനും നന്നായിട്ട് പാചകം ചെയ്യും. അഭിരാമി ഭയങ്കര നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഭയങ്കര വെറൈറ്റി. സീരിയസ്ലി കൊച്ചിലെ തുടങ്ങി ഭക്ഷണം നന്നായിട്ട് കഴിക്കാനും കഴിക്കുന്ന സാധനങ്ങൾ അതേപോലെ റീക്രിയേറ്റ് ചെയ്യാനും പുതിയ പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്യാനും ഒക്കെ. ഈവൻ ഇപ്പം പാപ്പു ആണെങ്കിലും ഫുഡിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കില്ല, എവളോടെ ചോദിക്കാം. അതുകൊണ്ട് എനിക്ക് അത് ഉണ്ടാക്കി തരുമോ, ഇതുണ്ടാക്കി തരുമോ, അങ്ങനെ. അപ്പം കൊച്ചിലെ തുടങ്ങി ഫുഡിനോടുള്ളൊരു നമ്മൾ എവിടെന്നെങ്കിലും ഒക്കെ വരുന്ന സമയത്ത് അബി ഒരു സ്റ്റീക്ക് ഉണ്ടാക്കിക്കോളൂ, ഒരു ബട്ടർ ഗാർലിക് ടേസ്റ്റിലുള്ള അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തെ ഷെഫിനെ പോലെ ഇരുന്ന് ഉണ്ടാക്കി. വീട്ടിലാർക്കും കഫേ ഉട്ടോപ്പിയ എന്തുകൊണ്ടെന്ന് ഒരു സംശയമില്ല. അമ്മയുടെ അച്ഛനും നല്ല ഭയങ്കര പാചകമൊക്കെ ചെയ്യുന്ന അമ്മ
അമ്മ അതായത് എനിക്ക് തോന്നുന്നു അമ്മയുടെ സൈഡിൽ നിന്ന് കിട്ടിയ ഒരു സാധനമാണ്. അച്ഛന്റെ സൈഡിൽ നിന്ന് സംഗീതവും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പാചകവും കിട്ടിയെന്ന് തോന്നുന്നു. അപ്പൊ അവർ രണ്ടുപേർക്കും ട്രിബ്യൂട്ട് കൊടുക്കാത്ത പരിപാടി നടക്കില്ലല്ലോ. എനിക്ക് ഈ ഇപ്പൊ നിങ്ങളുടെ ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാൻ ലാസ്റ്റ് എനിക്ക് നബിയുടെ ഒരു സ്റ്റോറി ആണോ വ്ലോഗ് ആണോ എനിക്ക് ഓർമ്മയില്ല, അമ്മ ആരോ US നിന്ന് വരുന്നതിന് വെറുതെ വീട്ടിലേക്ക് ഇരുന്നാണ് അത്രയും സ്നേഹത്തോടു കൂടിയാണ് ആന്റി എപ്പോഴും കുക്ക് ചെയ്യുന്നതായിട്ട് തോന്നാറുണ്ട്. രണ്ടുപേർക്കും കുക്കിംഗ് ഒരു പാഷനാണ്, ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞ സ്നേഹത്തോടെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണല്ലോ അല്ലെ. ഇപ്പൊ നമ്മൾ വ്ളോഗിങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, എനിക്കൊന്ന് കൊറോണയ്ക്കൊക്കെ മുന്നേ തന്നെ നിങ്ങൾ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു. അന്ന് ഒരുമിച്ചായിരുന്നു അല്ലെ, അമൃതം ഗമയ ആ ചാനൽ തന്നെയായിരുന്നു. പിന്നീട് അമൃതയ്ക്ക് ആ ചാനലായി, അബിക്കായി, ആന്റിക്കും പാപ്പുനുമായി. അപ്പം എന്തുകൊണ്ടാണ് വ്ളോഗിങ് എന്നൊരു രീതിയിലേക്ക് തിരിയാമെന്ന് വിചാരിച്ചത്? അത് ആക്ച്വലി അമൃതേശ് ഇങ്ങനെ ചില ദിവസങ്ങൾ പെട്ടെന്ന് ഫോൺ വിളിച്ചിട്ട് അബി നമുക്ക് ഇത് ചെയ്താലോ എന്ന് ചോദിക്കും. അപ്പോൾ അതിലേക്ക് അങ്ങ് ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു, ഇങ്ങനെയാണ് വ്ളോഗിങ്ങും പിറന്നത് സത്യം പറഞ്ഞ. അപ്പൊ അതുപോലെ ഏതോ ഒരു വർഷത്തിൽ ഏതോ ഒരു സമയത്ത് എന്നെ വിളിച്ചിട്ട് നമുക്ക് വ്ളോഗ് ചെയ്താലോ, പിന്നെ ചെയ്താലോ, അങ്ങനെ വ്ളോഗിങ്ങിലേക്ക്. അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫണ്ടിൽ തുടങ്ങിയ ഒരു സംഭവമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്നിച്ച് നമ്മൾക്ക് എപ്പോഴും ഇപ്പൊ പഴയ പോലെ വരാൻ പറ്റാത്തത് കൊണ്ട് എന്നാ പിന്നെ കണ്ടന്റ് നിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരത്തിയുടേതായിട്ട് ഇടുന്നു, ഞാൻ എന്റേതായിട്ട് ഇടുന്നു. ഞങ്ങൾ ഒന്നിച്ച് വന്നാൽ ഞങ്ങൾ ഒന്നിച്ചിടുന്നു. അങ്ങനെ എന്നാലും എനിക്കൊന്ന് കൂട്ടത്തിൽ കുറച്ച് മടിച്ച് അമൃതയാന്ന് തോന്നില്ലേ വ്ളോഗിങ് ഒക്കെ ചെയ്യാൻ? അല്ല ചേച്ചിയാണ് അല്ല, അങ്ങനെ വേണേ പറഞ്ഞോട്ടെ, അങ്ങനെയൊക്കെ വിചാരിച്ചോട്ടെ, കുഴപ്പമില്ല. ചേച്ചി ശരിക്കും വരുന്ന അതായത് ഒരു കോണ്ടന്റ് ക്രിയേറ്ററിന്റെ വേണ്ട കുറെ സംഭവങ്ങളുണ്ട്. പ്ലാനിങ് ഇപ്പൊ എന്നെ കുറിച്ച് പറയാനുള്ള ഒരു ആദ്യം ചേച്ചീനെ നമ്മൾ അങ്ങനെയാണ് എന്റെ എപ്പിസോഡ് മൊത്തം ഇന്ന് അങ്ങനെയാണ്. അങ്ങോട്ടും എപ്പിസോഡ് സ്പെഷ്യൽ അല്ലേ? അതെ അതെ, നന്നായിട്ട് ഓണത്തല്ലേ ഇതില്ലല്ലോ നമ്മള് അല്ലേ, ഓണത്തല്ലിലേക്ക് പോയില്ലല്ലോ, ഇതല്ലേ നല്ല ഇത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അമൃതയാണ് ഇതിനകത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് ആന്ന് പറയുന്നത്. മറ്റേ പ്ലാനിങ്, അത് ഒരു വിഷ്വൽ ബോർഡൊക്കെ ഉണ്ട്. വിഷ്വൽ ബോർഡ് എന്ന് വെച്ചാൽ മറ്റേ CG ബോർഡ് എന്നല്ല, സാധാരണ ഒരു വൈറ്റ് ബോർഡിൽ എല്ലാം എഴുതി അങ്ങനെ പ്രോപ്പർ പ്ലാനിങ് ഉള്ള ആളാണ് ഞാൻ. അങ്ങനത്തെ ആളല്ല, എനിക്കിപ്പോ പെട്ടെന്ന് ഇംപ്രോംപ്റ്റു അതങ്ങ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ വ്ളോഗിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചിലർ പറയും കുട്ടികൾ, ഇപ്പോൾ പാപ്പും ആൻറ്റിയും കൂടെ ചെയ്യുന്നുണ്ടല്ലോ വ്ളോഗ്. അപ്പോൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇതിപ്പം നമ്മുടെ കുട്ടികളെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മൾ ഇല്ലേ കുട്ടികളുടേതായിട്ടൊരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചിലപ്പം തോന്നാറുണ്ടോ കുഞ്ഞ് പുറത്ത് പോകുമ്പോൾ ചിലപ്പോൾ എല്ലാവരും തിരിച്ചറിയുമായിരിക്കും അല്ലേ, പാപ്പു അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അത് കുഞ്ഞിൻ്റെ ഒരു മാനസികത്തിൽ അവൾ എങ്ങനെയായിരിക്കും അത് എടുക്കുക? ഇപ്പോ കാരണം ഒരു കുഞ്ഞൊരു സ്റ്റാർഡം വരികയാണ് അതിന്റെ കൂട്ടത്തിൽ അല്ലേ. പാപ്പു ആൻഡ് ഗ്രാൻഡ്മയുടെ തുടക്കം സമയങ്ങളിലാണ്. ഇപ്പൊ പാപ്പു ഒരുപാടധികം വ്ളോഗ്സിൽ വരാറില്ല. ഇപ്പൊ പഠിത്തം, സ്കൂൾ അന്നെന്ന് പറഞ്ഞാൽ കുറച്ച് കുഞ്ഞു കുട്ടിയായിരുന്നു. ഇപ്പോ പഠിത്തത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട്, 7th ഗ്രേഡിലായി. മാത്രല്ല നമ്മൾ അവളെ ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്ത് ചെയ്യുന്ന പരിപാടികൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതായത് അന്ന് അവൾക്ക് ഞങ്ങള് ക്യാമറ കൊണ്ട് വരുമ്പോ അവള് സ്വന്തമായിട്ട് വന്ന് ചെയ്യുമായിരുന്നു. നമ്മള് വീട്ടിലിരുന്ന് ഗെയിം കളിക്കുമ്പോ എന്നെയും കൂട്ടണം എന്ന് പിള്ളേര് പറയുന്ന സീനില് അതുപോലെയായിരുന്നു നമ്മൾ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ. ഷീ വാസ് ഓൾസോ ഇൻട്രസ്റ്റഡ്. ഇപ്പൊ പുള്ളിക്കാരിക്ക് വരാൻ താല്പര്യമുള്ളതിൽ, ഇപ്പൊ എന്റെ വീഡിയോസിലൊക്കെ ചിലതിൽ വരാറുണ്ട്, അവൾക്ക് താല്പര്യമുള്ളതിൽ അവള് വരും. പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നുള്ളതൊന്നും ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല. സോ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. കാരണം അവരുടെ ഒരു സ്നേഹവും. അപ്പം എനിക്കെപ്പോഴും നിങ്ങളെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ള 4 പെണ്ണുങ്ങൾ, അടൂർ സാറിൻ്റെ സിനിമയുടെ പേരൊക്കെ പോലെ. കാരണം നിങ്ങൾ പരസ്പരമുള്ളൊരു ബോണ്ടിങ് പറയാതിരിക്കാൻ വയ്യ അമൃത. കാരണം അത് നമുക്കിപ്പം നമ്മൾ വർഷങ്ങളായിട്ട് തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും അത് ഫേക്കാണോ അല്ലയോ എന്നുള്ളത്. കാരണം ആൻറ്റി ആയാലും പാപ്പു ആയാലും നിങ്ങൾ 4 പേരും പരസ്പര പൂരകങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെയാണ് നിങ്ങൾ. ഞങ്ങളിങ്ങനെ ഒന്നിച്ച് വെച്ചിരുന്ന ആളായിരുന്നു ഞങ്ങളുടെ അച്ഛൻ. അപ്പം അച്ഛൻ ഇല്ലാതായപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ക്ഷീണമായത്. അല്ലെങ്കിൽ അച്ഛനാണ് ഞങ്ങള് 4 പേര് ഇങ്ങനെ പിടിച്ച് കെട്ടുന്ന കയറ മാൻ ഓഫ് ദി ഹോം എന്ന് പറയില്ലേ, അങ്ങനത്തെ അച്ഛനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അങ്ങനെ ആണെങ്കിൽ കൂടിയും നിങ്ങൾ അച്ഛനെ ശരിക്കും പറഞ്ഞാൽ എന്നും ഓർത്ത് സന്തോഷിക്കാനും അഭിമാനിക്കാനും ഉള്ള സ്ത്രീകളാണ് അച്ഛൻ്റെ കൂടെയുള്ള 4 പേരും. അതെ അതെ, മോളും ആയാലും അത്രയും ഒരു ബോണ്ടിങ് ഭയങ്കര രസമാണ് നിങ്ങളുടെ. അത് ഈ കുഞ്ഞു സാധനങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആൻറ്റി ആണെങ്കിലും എനിക്ക് തോന്നുന്നു ആൻറ്റിക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് അല്ലേ. അപ്പൊ നമ്മുടെ മക്കളായോണ്ടെന്നല്ല, എല്ലാവരോടും ആൻറ്റി ഭയങ്കര. അമ്മയ്ക്ക് ഒരുപാട് മക്കളുണ്ട്. അമ്മയെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്ത് ഇത്ര മക്കൾ, ഞങ്ങളും ഇടയ്ക്കൊരു കുശുമ്പൊക്കെ ആവാന്ന്. പിന്നെ പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് ഞങ്ങളെ ഉള്ളൂ, പിന്നെ നമ്മൾ ഒരുമിച്ച്. അതെ, അതാണ് അതിന്റെ ഒരു ബേസിക് സാധനം.
നമ്മള് വഴക്കിടും, നമ്മള് വഴക്കില്ലാതെ ഇരിക്കില്ല. വേറെ മനുഷ്യരല്ലേ എല്ലാരും. അപ്പൊ നല്ല വഴക്കിടും. അതുപോലെ ഞങ്ങൾ ആരെങ്കിലും ഒരാളെ തൊട്ട കാടളകും പറയുന്നുണ്ട്. അല്ല, അത് ശരിക്കും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, അമൃതയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നത്തെ സംസാരിക്കണം, ഞാൻ ഇവിടെ വിളിച്ചു, എന്റെ പൊന്നബി ഒന്ന് അടങ്ങ്, ഇല്ല ചേച്ചി പറ്റില്ല ചേച്ചി എനിക്ക്. അതെന്താ വെച്ചാല് നമ്മൾ ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാരാകുമ്പം നമുക്കൊരു റെസ്പോൺസിബിലിറ്റിയും കൂടില്ല. നമ്മളെ പറ്റി ഒരു തെറ്റായ കാര്യം പ്രചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വന്ന് സംസാരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കാലങ്ങള് കൂടെ ദൃശ്യം സിനിമയിലെ പോലെ കുറെ വട്ടം ഒരു ഡേറ്റ് പറഞ്ഞാൽ നമ്മളതങ്ങ് വിശ്വസിച്ചു തുടങ്ങും. അപ്പം ഈ കോൺട്രവേഴ്സീസിൽ കുറച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ കോൺട്രവേഴ്സിൽ ഉള്ളതാണെന്ന് വിചാരിക്കും. അപ്പൊ ചേച്ചിയോ മിണ്ടുന്നില്ല, ഞാനെങ്കിലും വന്നാലോ ഇങ്ങനെയൊന്നും അല്ല ഹേ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ല, എനിക്ക് അമൃതയെ കാണുമ്പോൾ ഇത്രയൊക്കെ സംസാരിക്കുമെന്ന് തന്നെ അതിശയം. എന്റെ പേഴ്സണൽ ഗുണ്ടയാണ്. അതെ അതെ, ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. ഓൺലി ഫോർ പാപ്പു, അമ്മ, ചേച്ചി, ചുഡുനും വേണമെങ്കിൽ. അതൊരു വീട്ടിലൊരു പട്ടിയുണ്ട് ചേച്ചി, അവൻ പട്ടിയാന്ന് പോലും നമുക്ക് തോന്നില്ല. അവൻ കയറി പെട്ടിക്കിടക്ക് അമ്മ നിലത്തിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. അവന്റെ പേരാണ് ചുഡു, ബഗീര. ബഗീര പേരൊക്കെ ഭയങ്കര കിടിലാണ്, പക്ഷെ ആള് ഭയങ്കര ഇങ്ങനെ നടക്കും. അവന് ഇപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടി അച്ഛൻ ഏർപ്പാടാക്കിയിട്ട് പോയ ആളാണ്. അല്ല, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, മറ്റേ കമന്റ്സ് ഇങ്ങനെ വായിക്കുമ്പോൾ കുറെ പേര് എഴുതിയിട്ടുണ്ട്, അമൃത ശരിക്കും മൂത്തതാണെന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് അല്ല അഭിയാണേലും അവളുടെ ഒരു കുട്ടി പെണ്ണാണ്. അഭിയാണ് കുറച്ചുകൂടെ എല്ലാം ഭയങ്കര ആലോചിച്ച് തിങ്ക് ചെയ്ത്. അങ്ങനെയാണോ? ഭയങ്കരമായിട്ട് അഭിക്ക് ഭയങ്കര സെൻസിറ്റീവ് ആണ്, ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും, ഭയങ്കര പെട്ടെന്ന് കരയും. അതൊക്കെ ആണല്ലേ? സങ്കടം, എന്റെ എല്ലാ ഇമോഷൻസും പീക്കിലാ ചേച്ചി. അത് എന്താണെങ്കിലും ദേഷ്യം വന്നാൽ നല്ല ദേഷ്യം ഉണ്ടാവും, വിഷമം വന്നാൽ നല്ല വിഷമം. എനിക്ക് ഒരു നോർമൽ ആ ഒരു ഫ്രീക്വൻസി ഇല്ല, വെരി ഹൈ ഫ്രീക്വൻസി പേഴ്സൺ. അപ്പം ഇവളാണ് വീട്ടിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആദ്യം റിയാക്ട് ചെയ്യണ ആളും ആദ്യം എഫക്റ്റ് ആവണ ആളും. നമ്മൾ വിചാരിക്കും ഭയങ്കര സ്ട്രോങ്, പക്ഷെ ആൾ ഉള്ളുകൊണ്ട് പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളാണ്. അതെ, എന്നാ നമ്മള് പെട്ടെന്ന് അങ്ങനെയാണ്. അല്ല, എല്ലാം ആലോചിച്ച് ആണ് അമൃത എപ്പോഴും പ്രതികരിക്കുന്നത്. ശരിക്കും അമൃതേനെ ഞാൻ കല്യാണത്തിനൊക്കെ മുന്നേ എനിക്കറിയാം. അമൃത ACVയിലും ഏഷ്യാനെറ്റിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന അന്നൊരു സുന്ദരി കുട്ടി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വെള്ള ചുരിദാറൊക്കെ ഇട്ട് വരുന്നൊരു സുന്ദരി കുട്ടി. അപ്പോൾ ശരിക്കും 19ാമത്തെ വയസ്സിലാണ് അല്ലേ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു പ്രായത്തിലേക്ക് കല്യാണം കഴിക്കുക, അതിലും പെട്ടെന്ന് കുഞ്ഞാവുക അല്ലേ. എന്താണ് നമ്മളൊരു അമ്മ എന്നൊക്കെ ആളുടെ തന്നെ കുട്ടിക്കളി മാറുന്നതിന് മുമ്പേ ശരിക്കും എങ്ങനെയാണ് അമൃത ഒരു മദർഹുഡ് എന്ന് പറയുമ്പോൾ? ഇത് നല്ലൊരു ചോദ്യം കേട്ടോ. മദർഹുഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്കതൊരു ബേർഡൻ ആയിട്ടോ അല്ലെങ്കിൽ എനിക്കതൊരു സ്ട്രെയിൻ ആയിട്ടോ ഒന്നും ഒരിക്കലും തോന്നിയിട്ടില്ല. ആൻഡ് പാപ്പു ഭയങ്കര മെച്ചുവേർഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു കുഞ്ഞാണ്. അവൾ കൊച്ചിലേ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ കണ്ട് അനുഭവിച്ചിട്ടൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതേമാതിരി അമ്മയുണ്ടല്ലോ. അപ്പം പല പ്രാവശ്യം ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകണ്ടേ, വീട്ടിൽ ഈ പറഞ്ഞ പോലെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ഒരു വർക്കിംഗ് ചേച്ചിയാണ് ഹോം റണ്ണർ. ഇപ്പൊ അഭിരാമിയും കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ നിന്ന് പോകേണ്ട അവസ്ഥകളൊക്കെ വരുമ്പോ അമ്മയുള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു എന്റെ ഒരു സ്പേസ് അമ്മ ഭയങ്കരമായിട്ട് കവർ ചെയ്ത് എന്നെ നോക്കിയതിനേക്കാൾ ഒരുപാട് എന്താ പറയാ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ് അമ്മ മോളെ നോക്കുന്നത്. പിന്നെ മദർഹുഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് നമ്മളെ ഒത്തിരി വളരെ ഇന്നസെന്റ് ആയിട്ട് ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് സ്നേഹിക്കുന്ന ഒരാള് അല്ലേ മോള്. അമ്മ എപ്പോഴാ വരിക, ഒന്നും വേണ്ട, അമ്മ ഒന്ന് വന്നാൽ മതി, വന്ന് എൻ്റെ കൂടെ കിടക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ടൊരു അത് ചേച്ചി ജീവിക്കുന്ന ഈ ചോദ്യത്തിന് വേണ്ടിയിട്ടാണ്. മദർഹുഡിന് 100% ജസ്റ്റിസ് കൊടുക്കാൻ വേണ്ടി. അത് അറിയുന്ന ഒരു പ്രായത്തിലാണോ മദർ ആയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അതിനുള്ള ഉത്തരവൊന്നും എനിക്ക് അറിയില്ല. അതിന്റെ ഒരു ഗുഡ് സൈഡ് എന്താന്ന് പറയുക, ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് പോലെ. അതുപോലെ തന്നെ എനിക്കിപ്പോഴും തോന്നുക പാപ്പുവും അമൃതയും ഒരുമിച്ച് വളരുകയായിരുന്നു അല്ലേ. അതല്ലേ സത്യം പറയേണ്ടത്. കാരണം അത്രയും കുഞ്ഞു പ്രായത്തില് നമുക്കൊരു കുഞ്ഞു കുട്ടീനെ കൂട്ടുകിട്ടുന്നത് രണ്ടുപേരും ഒരുമിച്ചാണ് വളർന്നത്. സൈഡിലിരുന്ന് മുരടിക്കുന്നുണ്ട്. എല്ലാരും വളരെ ഞാനിന്ന് മുരടിക്കാം. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു മെച്ചോർഡ് മദർഹുഡ് ആക്ച്വലി അഭിയമ്മ
എന്റെ ആബ്സെൻസ് ഇപ്പൊ പാപ്പ കുറച്ച് വലിയ കുട്ടിയും കൂടെ ആയി തുടങ്ങിയപ്പോഴത്തേക്ക് അമ്മാമ്മേനെ അടുത്ത് നിൽക്കുന്നതിനേക്കാൾ ഞാൻ ആ ബോണ്ടെ അടുത്തോട്ട് പോക്കണം. അവള് എല്ലാത്തിന്റെയും കൂടെ ഓണ്ട ചേർക്കും. അതൊക്കെ എങ്ങനെ വന്നതാന്നറിയില്ല. അത് ചേച്ചിയുടെ മറ്റേ നിമിഷമായിട്ട് പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കണ പോലത്തെ പുള്ളിക്കാരി എല്ലാവരും ഇപ്പൊ അമ്മോണ്ട, പാപ്പു തന്നെ പാപ്പോണ്ടയാണ്, ഞാൻ അബോണ്ടയാണ്, ചുഡോണ്ട പട്ടി, എല്ലാവരും ഉണ്ട്, ബിന്ദു ഉണ്ട്, ഞങ്ങളുടെ കസിൻ സിസ്റ്റർ, അമ്മാമ്മ ഉണ്ട്, എല്ലാവരെയും കൂടെ ഒരു ഓണ്ട ഇട്ട അവളുടെ ആളായി എന്നാണ് എന്റെ അർത്ഥം. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ മദർഹുഡിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അബിയും ഒരു അമ്മയെ പോലെ തന്നെയാണ് അത് എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നത്, അവളെ നോക്കുന്നത്, കൂടെ കൊണ്ട് നടക്കുന്നത്. ശരിക്കും ഒരമ്മ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. നിങ്ങളുടെ ഇപ്പൊ വ്ലോഗ്സിലായാലും നമ്മൾ അങ്ങനെ കാണുന്ന സ്റ്റോറീസിലൊക്കെ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. അവളൊരു ഈ പറഞ്ഞ പോലെ അമ്മ പറയുന്ന ഈ പറഞ്ഞ പോലെ ഞാനും പാപ്പു ഈ പറഞ്ഞ പോലെ എനിക്കൊന്നും അന്തവും കൊന്തും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഒന്നിച്ച് വളർന്നു എന്ന് പറഞ്ഞില്ലേ. പക്ഷെ അബി കുറച്ചും കൂടെ എന്താ ആ ഒരു മെച്ചോർഡ് മദർ സൈഡ് എടുത്തിട്ടാണ് പാപ്പുവിനെ കുഞ്ഞമ്മയായിരുന്നല്ലോ നോക്കിക്കൊണ്ടിരുന്ന തുടക്കം തുടങ്ങി. ഇപ്പോഴും പിച്ചിന്റെ വെള്ളിയാണ് പറയുന്നത്. ശരിയല്ലേ? അമൃത പറയുന്ന കറക്റ്റ് ആണ്. അബിയാണ് ചുമ്മാ നോക്ക് എന്തൊക്കെയോ അല്ലേ ചേച്ചി. ഓണം വെച്ചിലും ചിരി ഇവിടെ വന്ന് എല്ലാരും ചിരിച്ച് സന്തോഷിച്ചു പോണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഉറക്കപ്പിച്ചിന്റെ ചേച്ചിയുടെ അല്ലേ, ഞാൻ എന്റെ ഓണ്ടറിനെ അബിയാണോ ഉറക്കപ്പിച്ചിലിരിക്കുന്നത്? അല്ല അല്ല അല്ല, ഞാൻ ഇങ്ങനെ ചേച്ചി എപ്പോഴും ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു വീട്ടിലെ ഒരു എനർജി ബോംബ് അല്ലേ, ഭയങ്കര ബോംബ് ഇടയ്ക്ക് പൊട്ടാറുണ്ട്. ശരിക്കും പറഞ്ഞാല് അമ്മ എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ ഹാൻഡിൽ ചെയ്യുന്നത്? അമ്മയുടെ മുമ്പിൽ ചീറ്റി പോകാറുണ്ട്. അമ്മ വെള്ളോ ബോംബിൽ കൊണ്ടിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു പ്രത്യേക ബന്ധമാണ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് വഴക്കണം. പക്ഷെ പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാന്ന് വെച്ചാൽ അമ്മയുടെ 2 മക്കളും 2 ടൈപ്പ് പ്രൊവൈഡേഴ്സ് ആണ്. ഷീസ് ലൈക്ക് ദ എന്താ പറയാ, പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് ചേച്ചി, ഞാനൊരു ഇമോഷണൽ പ്രൊവൈഡറാണ്. അപ്പം നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേച്ചി, ഇപ്പൊ ഫുഡ് ഷെൽട്ടർ എന്നൊക്കെ പറയുന്ന രീതിയിൽ ചേച്ചിയും, ഞാൻ മെന്റൽ ഹെൽത്തിന്റെയും ആളാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അമ്മേനെ ഓടി വന്നൊരു ഉമ്മ കൊടുത്ത് ചായക്ക് ഇട്ട് കൊടുക്ക്, ഇവിടെ കൈ അത് ഇവൾക്കേ പറ്റുള്ളൂ. ആ ഒരു സാധനം എനിക്ക് എന്റെ ഇല്ല. അപ്പൊ നമ്മൾ ഗൂഗിൾ പേയിൽ നോക്കി കഴിഞ്ഞാൽ ചേച്ചി പൈസ ഇട്ടിട്ടുണ്ടോ, അമ്മേനെ ഒന്ന് പുറത്തുണ്ടോ, അങ്ങനെ. അപ്പൊ ചേച്ചി അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യും, ഞാൻ കുറച്ചൊന്ന് ചെയ്യും. ഇമോഷനിൽ ഒരാള് ബാക്കി എല്ലാ തരത്തിലുള്ള ഇത് രണ്ടും വേണമല്ലോ. അപ്പൊ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അമ്മ ഭയങ്കര ലക്കി ആയിട്ടുള്ള അമ്മയാണ്. ഇത്രയും സ്നേഹിക്കുന്നത്. നിങ്ങൾ എപ്പോഴും അമ്മേനെ ഭയങ്കര ചോദിക്കണം. ഈ ഒരു സെക്ഷൻ ഞാൻ ഞങ്ങൾ വിളിച്ചിരുത്തിട്ട് ഇതൊക്കെ കറക്റ്റ് ആണോ? അതെ, അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞിലെ 3 വയസ്സിൽ മൈക്കിൾ ജാക്സന്റെ പാട്ടുകളായിരുന്നു ഇഷ്ടം അമൃതയ്ക്ക് അല്ലേ? അത് ഗൂഗിളിൽ ആരും അങ്ങനെയല്ല, ഞാനിങ്ങനെ ആലോചിക്കുന്നു ഗൂഗിളിൽ കാണും മൈക്കിൾ ജാക്സന്റെ പാട്ട് ഇഷ്ടമുള്ള ആള് കർണാട്ടിക് മ്യൂസിക്, പിന്നെ ഹിന്ദുസ്ഥാൻ. മൈക്കിൾ ജാക്സനായിട്ട് വേറെ ബന്ധമൊന്നുമില്ല. അതെന്താ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? അറിയില്ല. ഞാൻ മൈക്കിൾ ജാക്സൺ അല്ലേ തിരുത്തണ്ട. ചേച്ചിയെ പറ്റി ഗൂഗിളിലുള്ള ഒരു 50% എങ്ങാനും ആയിരിക്കും ശരിയുള്ളൂ. അപ്പൊ കൂട്ടത്തിൽ മൈക്കിൾ ജാക്സൺ ആണ് ഭേദം. നല്ലൊരു സാധനമാണത്, അതവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ എനിക്ക് ട്രോളും വന്നേനെ. എന്തിനാ വെറുതെ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ അപ്പുറത്തൊരു മൈക്കിൾ ജാക്സൺ ഉള്ളതേ അറിയുള്ളൂ. അല്ല, ഞാനും വിചാരിച്ചു 3 വയസ്സിലൊക്കെ മൈക്കിൾ ജാക്സൺ ഇഷ്ടമായിട്ട് പിന്നെ അപ്പൊ ചോദിക്കട്ടെ, കർണാട്ടിക് ബേസ് ഉള്ള ആള് എന്തുകൊണ്ടാണ് ഹിന്ദുസ്ഥാനിയിലേക്ക് മാറാനുള്ളൊരു തോട്ടം ഉള്ളതായിരുന്നു? അത് ബേസിക്കലി എന്റെ ടോണാലിറ്റിയുടെ ഒരു ഭാഗമായിട്ട് കുറച്ചും കൂടെ ക്ലാസിക്കൽ പാട്ടുകൾ പാടുമ്പോൾ ഒരു ലൈറ്റ് ടോൺ കിട്ടാറുണ്ട്. അച്ഛൻ സംഗീതജ്ഞനായിരുന്നു, അച്ഛൻ ഫ്ലൂട്ടിസ്റ്റ് ആണ്. അപ്പൊ ഞാൻ കർണാട്ടിക് മ്യൂസിക് ആണ് ബേസ് ഒക്കെ പഠിച്ചിരിക്കുന്നത്. വല്യച്ഛൻ്റെ അടുത്തുനിന്നും വല്യമ്മയുടെ അടുത്തുനിന്നും അമ്മയുടെ അടുത്തുനിന്നും അച്ഛമ്മയുടെ അടുത്തുനിന്നും. അച്ഛന്റെ ഫാമിലി എല്ലാവരും മ്യൂസിഷ്യൻസ് ആണ്. അപ്പൊ അവിടെ നിന്ന് ബേസ് പഠിച്ചിരിക്കുന്നതൊക്കെ കർണാട്ടിക് തന്നെയാണ്. പക്ഷെ കുറച്ച് ടോണൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പം ഹിന്ദുസ്ഥാനി മ്യൂസിക് കുറച്ചും കൂടെ എന്റെ ശബ്ദത്തിന് ചേരുന്നുണ്ട്. കർണാട്ടിക് മ്യൂസിക്കിനുള്ള ഒരു ഗാംഭീര്യമൊക്കെ ഇച്ചിരി കുറവാണ്. അപ്പൊ ഹിന്ദുസ്ഥാനി മ്യൂസിക് എനിക്ക് ഇത്തിരി ചേരുന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. പിന്നെ എനിക്ക് ആ ഒരു ശൈലിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ അമൃത, പലരും പറയാറുണ്ട്, ഇപ്പോൾ ഈ പാട്ടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കാം, ഇപ്പോൾ കർണാട്ടിക്കിലോ ഹിന്ദുസ്ഥാനിക്കോ ഒരു ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്ലേ ബാക്ക് സിംഗിങ്ങിലോ അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമൻസിലോ ഒക്കെ അത് ഉപകരിക്കുന്നിട്ട് അങ്ങനെ ഒരു കാര്യമുണ്ടോ? അത് ഉറപ്പായിട്ടും ചേച്ചി. കാരണം ഏതൊരു ആർട്ടിനാണെങ്കിലും ക്രാഫ്റ്റ് അറിഞ്ഞിരിക്കുമ്പോൾ അത് തരുന്ന ഒരു കോൺഫിഡൻസ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് ആക്ടിങ് ആയിക്കോട്ടെ, അത് ഇൻസ്ട്രുമെന്റ്സ് ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് അത് തരുന്ന ഒരു കോൺഫിഡൻസ്, അത് ഒരു കാര്യം ഒരാൾ പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നോട്ട് ഡൗൺ ചെയ്യാനെങ്കിലും നമുക്ക് ആ ഒരു അറിവുണ്ടെങ്കിലേ അത്
അങ്ങനെ തന്നെയാണ് അല്ലേ? ഇപ്പം ആക്ടിങ്ങിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പണ്ടത്തെ ഒരു അബിയുടെ ഒരു ഇന്റർവ്യൂ ആണ്, എനിക്ക് പാട്ടിനേക്കാളും ഇഷ്ടം ആക്ടിങ് ആണ് എന്നൊക്കെ പറഞ്ഞ ആളെ പിന്നെ ഞങ്ങൾ അധികകാലത്ത് ആക്ടിങ്ങിൽ കാണാറില്ല. ഡിപ്ലോമയ്ക്കുള്ള ആളല്ലേ ആക്ടിങ്ങിൽ? വളരെ ചെറുപ്പത്തിലായിരുന്നു. എന്താന്ന് വെച്ചാൽ അതിനുള്ള ആ ഒരു ടൈപ്പ് ആളല്ല ഞാൻ ഭയങ്കരമായിട്ട് റിയലൈസ് ചെയ്തു. കാരണം നമ്മൾ ആക്ടിങ് എന്ന് പറയുമ്പോൾ അത് ഇറ്റ്സ് ലൈക്ക് ഫുൾ ലൈഫ് സ്റ്റൈലിനൊരു രീതി വേണം. അങ്ങനെ സീരിയസ് ആയിട്ട് ഞാൻ വളരെ സീരിയസ് ആയിട്ടായിരുന്നു അതിനെ കണ്ടിരുന്നത്. പക്ഷെ ബോഡി, മൈൻഡ്, ഹെൽത്ത്, സ്കിൻ ഒരു ഇതായി. അപ്പം എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്ക് ആക്ടിങ്ങിനേക്കാളും കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആണെന്നാണ് പിന്നീട് മനസ്സിലാക്കിയത്. പാഷനേറ്റ് ആയിരുന്നു. വളരെ ചെറുപ്പത്തിലെ അഭിനയിക്കാനും തുടങ്ങിയല്ലോ. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അഭിനയിച്ച് നോക്കുക. പിന്നെ കൊച്ചിലെ എന്താ പറയാ, വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫറിനെ വിളിച്ചുകൊണ്ട് പോയി ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കുക. പിന്നെ ഞാൻ ആഗ്രഹിച്ചാൽ പോലെ നല്ല പടം വരണ്ടേ, നല്ല ഒന്നും അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ വലിയൊരു മൂവി വന്ന് കളഞ്ഞ ആളൊന്നുമല്ല. അങ്ങനെ ഒരു ഏജ് എത്തിയപ്പോഴത്തേക്കും എനിക്ക് ആകെ മൊത്തം ഒരു ഏജ് എത്തിയപ്പം അവളായിട്ടുള്ള എഫേർട്സ് ഇടാണ്ട് അങ്ങ് പിന്നിലേക്ക് മാറി എന്നുള്ളതാണ്. ഒരു പക്ഷെ അതിനു വേണ്ടി മുമ്പോട്ട് നടന്നിരുന്നെങ്കിൽ ചിലപ്പോ പിന്നെ എന്റെ ഈ ജോയിന്റെ ഒരു കാര്യം ഇത് മാറ്റിക്കൊണ്ട് എനിക്കൊന്നും വേണമെന്നുണ്ടാവില്ല. പക്ഷെ അപ്പൊ അത് ഈ ഒരു പ്രശ്നം ഞാൻ അഭിനയിച്ച പല സിനിമകളിലും നമ്മൾക്കിപ്പം കേൾക്കാലോ, ബാക്ക്ഗ്രൗണ്ടില് ആൾക്കാരുടെ സമയം എല്ലാവരും നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞതും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാവരും ചർച്ച ചെയ്യുന്നത് എനിക്ക് അങ്ങനെ ഒരു ടോപ്പിക് ആവാനൊരു ആഗ്രഹം ഉണ്ടാകും. ദാറ്റ് ഹേർട്ട് മീ ഭയങ്കരമായിട്ട്. ഇപ്പൊ ഈ ബോഡി ഷേമിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്രയും ചെറിയ പ്രായമാണ്. അപ്പൊ അതിനെ എങ്ങനെയാണ് തരണം ചെയ്ത അഭി? ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫാമിലി ഞങ്ങളെല്ലാവരും ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരാളെ വിഷമിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊന്നും പ്രശ്നമില്ലാന്ന് നമ്മളെ വിശ്വസിപ്പിക്കാൻ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. സെക്കൻഡ് തിങ് എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, ഏറ്റവും നേരത്തെ എന്തെങ്കിലുമൊക്കെ പണി വാങ്ങുകയാണെങ്കിൽ എല്ലാം വാങ്ങിച്ചു കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലുതാകുമ്പോൾ അത്യാവശ്യം മെച്ചോർഡും ബോൾഡും ആയിട്ട് നിൽക്കാം. അപ്പം ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഓരോ സ്കിൽസ് വളരെ നേരത്തെ പഠിപ്പിക്കുന്നത്? ഒരു ഏജ് ആകുമ്പോഴത്തേക്കും യു വിൽ ബി എക്സ്പെർട്ട് ഇൻ. അപ്പോൾ ബോഡി ഷേമിങ്ങിന്റെ കേസിൽ എനിക്ക് നേരത്തെ കിട്ടിയോണ്ട് ഇപ്പം ഞാൻ അതിനകത്തൊരു എക്സ്പെർട്ടാണ്. എനിക്കൊന്നും അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഞാൻ നേരത്തെ കണ്ടിട്ടുള്ള ജോയുടെ കാര്യം എനിക്കത് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് അതിപ്പോ അപ്പൊ അത് മാറ്റിക്കൊണ്ടും അഭിനയം പെർസ്യൂ ചെയ്യാൻ എനിക്ക് ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ കൊണ്ട് ആക്ടിങ്ങിന്റെ കാര്യം പറഞ്ഞോണ്ട് എനിക്ക് തോന്നുന്നു അമൃതയ്ക്ക് വളരെ പണ്ട് തന്നെ തമിഴിൽ നിന്നൊക്കെ ഓഫർ ഉണ്ടായിരുന്ന ഒരാളാണ്. എന്നിട്ട് അതൊക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ച് സംഗീതം മാത്രമാണ് എന്റെ വഴി. എന്റെ വർത്താനങ്ങൾ ഐ ലൈക്ക് ഒൺലി സിംഗിങ് എന്നായിരുന്നു ഞാൻ പറയുന്നുണ്ടായിരുന്നു. അതെ അതെ, അതെന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇഷ്ടമുണ്ട് അല്ലേ? എനിക്ക് ഒരു കുറച്ച് നാളായിട്ട് അഭിനയ മോഹമുണ്ട്. അതായത് ചില ഫോട്ടോസ്, ആക്ടിങ് വർക്ക്ഷോപ്സ്, നാഗചൈതന്യ. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് അമൃത? ആദിശക്തിയിലെ ഫോട്ടോ ആണ് ഉണ്ടായിരുന്നത്. ആദിശക്തിയിൽ എല്ലാവരും ഒരേപോലെയാണ്. നാഗചൈതന്യ ആണെങ്കിലും ഞാനാണെങ്കിലും ഇപ്പോൾ നമ്മൾ ആര് പോയാലും അവിടെ എല്ലാവരും ഒരേപോലെയാണ്. അപ്പം അതൊരു ക്രാഫ്റ്റിന്റെ ഒരു ആർട്ടിന്റെ ഭൂമിയാണ്. ഈ പറഞ്ഞ പോലെ സിനിമ നമ്മൾ കാണുന്നതിൽ ഞാൻ ഇവള് പിന്നെയും കോഴ്സൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ക്രീനിൽ കാണുന്ന സിനിമ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ സിനിമയുടെ പുറകിൽ ഓരോ ലൈൻ, എന്താ പ്രസന്റേഷന്റെ പുറകിലും ഉള്ള എഫേർട്ടും അതെങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് അറിയാൻ കഴിഞ്ഞു. ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നാഗചൈതന്യ യൂസ് ലൈക്ക് എല്ലാവരെ പോലെ ഒരു നോർമൽ ഫോട്ടോ കൊണ്ട് എല്ലാരും ഒന്ന് ഞെട്ടിയാണ്. നാഗചൈതന്യയുടെ കൂടെ ട്രോൾ ഉണ്ടായിരുന്നു എനിക്ക്. ആണോ? അടുത്ത ആളെന്ന് പറഞ്ഞിട്ട്. അതാ പറഞ്ഞ മൈക്കിൾ ജാക്സൺ അല്ലേ ഭേദം. ഇപ്പൊ ഇത് അമൃത തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ അങ്ങനത്തെ ഇപ്പം വിവാദങ്ങൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേണ്ടി ഓരോ സാധനങ്ങൾ ഇട്ടല്ലോ, അങ്ങനെയുള്ള ഇപ്പം നല്ലൊരു ഉത്തരം അതിനും പറഞ്ഞു ഞങ്ങൾ ഒരാൾക്ക് എന്തെങ്കിലും വന്നാൽ ഞങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. എങ്കിലും മോളെ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അതിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വരിക? കാരണം നമ്മളിപ്പോൾ വീട്ടിലോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്നത്, സെലിബ്രിറ്റി എന്നൊരു ലേബലുണ്ട്, സിംഗറാണ്, പബ്ലിക് എല്ലാവരും കാണുന്ന ഒരാളാണ്. എങ്ങനെയാണ് അതിനെയൊക്കെ ഓവർകം ചെയ്യുന്നത് അമൃത? ഓവർകം ചെയ്തെന്ന് വെച്ചാൽ കാരണം കുഞ്ഞി പ്രായത്തിലെ ഇല്ലേ വിവാഹം കഴിച്ചു, അത് നമുക്കൊന്ന് മാറ്റിക്കുന്നു, വീണ്ടും ഒരു പ്രണയം എന്നുള്ള രീതിയിൽ വരുന്നു. അപ്പോൾ അതും നമുക്ക് വർക്കാവാത്ത പോകുന്ന കാര്യങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ പറ്റുന്നതന്നെയാണ് ഏറ്റവും വലിയ ധൈര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ജഗര അതിനകത്തൊരു ചേച്ചി ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫാമിലി അങ്ങനെ ഒരു മരമാണ് നമ്മൾ. അത് എന്ത് പറ്റിയാലും അച്ഛൻ, അമ്മ, അബി കൂടെ ഉണ്ട്. അപ്പം
ഈ ഒരു വിവാദങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളൊക്കെ പിന്നെയും നമുക്ക് ഈ ഒരു ജനറേഷനാണ് പോട്ടെ പുല്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് മിണ്ടാണ്ട് ഇരിക്കാം കുറേയൊക്കെ. പക്ഷേ അച്ഛനമ്മ എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ ഒരു മുമ്പത്തെ ജനറേഷനാണ്. അവരൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. വിഷമിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും ഈ കമൻസിലൊക്കെ വരുന്നത് അച്ഛനും അമ്മയും വളർത്തുന്നത് ശരിയല്ല, ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ പ്രശ്നങ്ങളും നമ്മൾ അനുഭവിച്ച കാര്യങ്ങളും നമ്മളുടെ ലൈഫിൽ കണ്ട കാര്യങ്ങളും ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനിനി പറയാനും പോകുന്നില്ല. പക്ഷേ ഇത് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നമ്മളുടെ ഫാമിലിക്ക് മാത്രമാണ്. അതായത് കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഫാമിലി മാത്രമാണ്. അപ്പോൾ അവർക്കറിയാം എന്താണ് ഇതിനകത്ത് നടക്കണേന്നുള്ളത്. അപ്പം അവർ ഇത് കമൻറ്റ് കാണുമ്പോൾ അവർ അയ്യോ എൻ്റെ മോൾ ഇത്രയും ഗോ ത്രൂ ചെയ്തിട്ടും ആളുകൾ ഇവളെ കുറ്റപ്പെടുത്തുകയാണല്ലോ എന്നുള്ളൊരു വേദന എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ, അച്ഛനൊക്കെ മരിക്കണ സമയത്ത് വരെ വളരെ വേദനിച്ചിട്ടുണ്ട് ചേച്ചി. അതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. പക്ഷേ എഗെയിൻ നമുക്ക് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ എന്താ പറയുക, അവരുടെ വേദനയുടെ മുകളിലാണെങ്കിൽ പോലും പോട്ടെ സാരമില്ല. അപ്പം ഞങ്ങൾ ചിലപ്പോൾ ഞാൻ വിചാരിക്കും അച്ഛമ്മയ്ക്ക് എങ്ങനെ സാധിക്കണമെന്ന്. നമ്മൾ ഇതൊക്കെ കാണും, ഓരോ കമൻസും ട്രോളും ഒക്കെ കാണുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും പോട്ടെ വാ ഭക്ഷണം കഴിക്കാം, നമുക്ക് പുറത്തു പോകാന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, അത് ഞാനും അഭിരാമിയും ലോകത്തിലെ ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള മക്കളാണെന്ന് പറയാം. അതുപോലെ തന്നെ എൻ്റെ പാപ്പുവും ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞാവയാണ്. ഇത്രയും നല്ലൊരു അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മേനെയും കിട്ടിയത്. കാരണം ദേ ആർ അവർ എവ്രിതിങ്. നമുക്ക് ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും നമ്മളെല്ലാവരും കടന്നു പോകുന്ന പല ഘട്ടങ്ങളിൽ ഒരാളെങ്കിലും എന്ന് നമുക്ക് തോന്നുന്നിടത്ത് നമ്മളെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ പിന്നെ അവര് മതി നമുക്ക്. അതെ, ഉറപ്പായിട്ടും ചേച്ചി. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ സൂയിസൈഡ് ചെയ്യേണ്ട സമയത്ത് പണ്ട് കഴിഞ്ഞിരുന്നു. കാരണം അത്രമാത്രം കാര്യങ്ങൾ കൂടെ സോഷ്യൽ മീഡിയ ഓർഗാനിക് അല്ലല്ലോ ചേച്ചി. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വെറുതെ എങ്ങനെ ദേഷ്യം വരുന്നയോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇത് മനഃപൂർവ്വം അതിനൊരു ചാനലുണ്ട്, നമുക്ക് എല്ലാവർക്കും അത് അറിയാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ അവൈലബിൾ അല്ലാതിരുന്ന ബിഗ് ബോസിലൊക്കെ പോയിരുന്ന സമയത്തൊക്കെ ആയിട്ട് പലതും വന്നപ്പോൾ ഞങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കും എന്താ ഇനിയിപ്പോ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ വിക്ടിം കാർഡാന്ന് പറയും. അതാണല്ലോ അതിന്റെ ഒരു ട്രെൻഡ്. അപ്പൊ അതാണല്ലോ അതിന്റെ ട്രെൻഡ്. അപ്പൊ അതുകൊണ്ടാണ്. പക്ഷെ അതായത് പാപ്പുവിന് വേണ്ടി ചിരിക്കുക എന്നുള്ളതാണ്. വളർന്നു വരുന്ന കുട്ടിയാണ്. അപ്പൊ അവള് നോക്കുമ്പോ അവളുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ ഇടത്തുനിന്നും വലത്തുനിന്നും ഒക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടും അടിയും ബഹളവും എന്തിനാ. അപ്പൊ അതുകൊണ്ട് മാത്രം നമ്മൾ സൈലന്റ് ആയിട്ട് മിണ്ടാൻ എന്താ വെച്ചാൽ നടന്നോട്ടെ. ആൻഡ് ഷീ ഓൾസോ നോസ്. അപ്പൊ പാപ്പ ഒരിക്കൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, മമ്മിക്ക് എന്തിനാ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കണേ, മമ്മിക്ക് ഒന്ന് വന്ന് ലൈവ് ഇട്ടിട്ട് എല്ലാം അങ്ങ് പറഞ്ഞാ പോരെ, മമ്മി ഞാനും ഇരിക്കാം മമ്മി എന്നൊക്കെ പറയും. കാരണം അത്രയും ഈവൻ ആ കുഞ്ഞു വരെ അത്രയും ഗോ ത്രൂ ചെയ്യാറുണ്ട്. പക്ഷേ ഫോർ മീ നൗ ഞാൻ ഭയങ്കര ഇപ്പൊ യൂസ്ഡാ. അതിനൊരു ധൈര്യം തന്നെ വേണം അല്ലേ അഭി? കാരണം ഒരു എന്താ പറയാ, ഒരാൾക്ക് പേഴ്സണലി കിട്ടുന്ന അറ്റാക്ക് ഒരു സെലിബ്രിറ്റി അറ്റാക്കോ അല്ല. എനിക്കെന്ന് പറഞ്ഞാൽ 14 years ആയി ചേച്ചി. അതായത് മറ്റേ ഈ പറയല്ലേ എന്താ ലൈഫ് ടൈം ഇംപ്രസ്മെന്റ്, ആ സാധനം 14 വർഷത്തെ ജീവപര്യന്തം എന്നൊക്കെ പറയില്ലേ, അതേമാതിരി ഒരു ഇപ്പോഴും നമ്മളെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കാര്യങ്ങളെ അവിടെ വിടുക എന്നല്ല, നമ്മളെ മനഃപൂർവ്വം അല്ലേ നമുക്ക് അത്യാവശ്യം ബോധമുള്ളവർക്കൊക്കെ അത് മനസ്സിലാവും. ഉറപ്പായിട്ടും അതിനെയൊക്കെ അതിജീവിച്ചു എന്നുള്ളിടത്താണ് അമൃതേനെ ഞാൻ. അതെന്താണെന്നറിയോ, ഈ പറഞ്ഞ കൊണ്ട് നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, മനസ്സിലായോ? ഇപ്പൊ എത്ര വലിയ പെയിൻ വന്നാലും ചേച്ചി പറഞ്ഞ കൊണ്ട് ഒരു സൂയിസൈഡ് അവിടെ വരെ എത്തിയാലും ചേച്ചിക്ക് ഓർക്കാൻ കുറച്ച് മുഖങ്ങളുണ്ട്. പാപ്പു, അമ്മ, ഷീ ഹാസ് ടു ഗോ ഫോർവേഡ്. വേറൊരു വഴിയില്ല. ഇപ്പം എൻ്റെ എന്താ പറയാ, ഇങ്ങനെ ഒരു പാസ്റ്റ് എല്ലാം കഴിഞ്ഞു പോയി. ഇവള് ഷീസ് നോട്ട് യെറ്റ് മാരിഡ്. ഇത് ഇവളെ എന്തോരം എഫക്ട് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെ ഓരോരുത്തരെയും നമ്മളിലേക്ക് വരുന്നതാണെങ്കിൽ ഇപ്പം നിങ്ങൾ അത്രയും സ്നേഹം, ഇപ്പം നമ്മൾക്ക് മൈൻഡ് ചെയ്യാത്തതാണെങ്കിൽ പോട്ടെ, നിങ്ങൾ അത്രയും സ്നേഹം ഇപ്പം പറഞ്ഞില്ലേ നമ്മളൊരു മരമാണെന്നുള്ള, അത് അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരു ഇലയ്ക്ക് എന്തെങ്കിലും വന്നാൽ പോലും നമുക്ക് അത്രയും സങ്കടം വരിക എന്നുള്ളത്. മാരീഡിനൊക്കെ അപ്പുറത്തേക്ക് ഈ വിഷമങ്ങളെ നിങ്ങൾ എല്ലാവരോട് ചേർന്ന് നേരിട്ടതിലാണ് ഹാറ്റ്സ് ഓഫ് എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ. കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുള്ള ദിവസങ്ങൾ അച്ഛയും അമ്മയും എല്ലാവരും. അയ്യോ ഒന്നില്ല. നമുക്ക് ഓണപ്പാട്ട് പാടിയല്ലോ, 2 ഓണത്തല്ലേ ഇരട്ടെ. അത്രേ ഉള്ളൂ. നമ്മളതൊക്കെ കടന്ന് അതിനപ്പുറം ഇതാണ് ശരിക്കും നടക്കുക. ഞങ്ങൾ ആരെങ്കിലും ലൈവ് വന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കാം, പറയാം.